നമസ്കാരം. സംസ്ഥാനത്ത് വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ ഇപ്പോൾ UDFും LDFും ഒപ്പത്തിനൊപ്പം പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പല അവസരങ്ങളിലും UDF മുന്നിലോട്ട് പോയിരുന്നു. എന്നാൽ പല അവസരങ്ങളിലും വലിയ രീതിയിൽ LDF താഴേക്ക് പോയിരുന്നു. പക്ഷേ പലപ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാണാൻ കഴിയുന്നത്. പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണിത്തുടങ്ങിയത്. ആദ്യം ഇനിയിപ്പോൾ EVMകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സംസ്ഥാനത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് എന്നാണ് ഇത്തരത്തിൽ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങിയപ്പോൾ കിട്ടിയ സൂചന. 134 സീറ്റുകളിലെയും ഫലസൂചനകൾ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതോടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. എന്തായാലും 5 സീറ്റുകളിൽ NDAയും മുന്നിലെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കേരളം ആര് ഭരിക്കുമെന്ന് 10 മണിയോടെ ഏകദേശം ഒരു ധാരണ ലഭ്യമാകുകയും ചെയ്യും. സ്ട്രോങ് റൂമിൽ നിന്നും തപാൽ വോട്ടുകൾ ആദ്യം വോട്ടെണ്ണൽ ഹാളിൽ എത്തിച്ച് 50 വീതം കെട്ടുകളാക്കിയാണ് എണ്ണുന്നത്. 43 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. ഓരോ റൗണ്ടും പൂർത്തിയാകാൻ അരമണിക്കൂർ വരെ വേണ്ടിവരാം. വൈകിട്ട് 5 മണിയോടെ മുഴുവൻ ഫലവും പുറത്തുവരും. 2.71 കോടി വോട്ടർമാരുണ്ടായിരുന്നു. 30,495 ബൂത്തുകളിലും അല്ലാതെയും രേഖപ്പെടുത്തിയ വോട്ടാണ് എണ്ണുന്നത്. ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറിയെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ നൽകുന്ന ആത്മവിശ്വാസത്തിൽ 80 മുതൽ 90 വരെ സീറ്റുകൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. വിലക്കയറ്റം, അഴിമതി ആരോപണങ്ങൾ, യുവാക്കളുടെ തൊഴിലില്ലായ്മ എന്നിവയ്ക്കെതിരെയുള്ള ജനരോക്ഷം എല്ലാം തന്നെ ഇത്തരത്തിൽ UDFന് തുണയായി മാറുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഫലം വരും മുൻപേ തുടങ്ങിയ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള ഗ്രൂപ്പ് തർക്കങ്ങൾ ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമോ എന്ന ഭയം UDFനുണ്ട്. എങ്കിലും ഇപ്പോൾ UDFന്റെ ഒരു വിജയ സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് വേണം പറയാൻ. ഹാട്രിക് വിജയം എന്ന ചരിത്ര നേട്ടമാണ് LDF ലക്ഷ്യമിടുന്നത്. പിണറായി വിജയന്റെ ക്യാപ്റ്റൻ ഇമേജും ക്ഷേമ പദ്ധതികളും വോട്ടർമാരെ സ്വാധീനിച്ചെന്ന് ഇടത് ക്യാമ്പ് കരുതുന്നുണ്ട്. അതേസമയം ഇപ്പോൾ LDFന്റെ സീറ്റ് നില പിന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. ആദ്യം LDF ആയിരുന്നു ഇത്തരത്തിൽ മുന്നിട്ട് നിന്നതെങ്കിലും പിന്നോട്ട് പോയ ഒരവസ്ഥയാണ് നിലവിലുള്ളത്.